ബാധിച്ചതുകൊണ്ട് ഫോൺ നോക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു വലിയ ലീവ് തന്നെ എടുത്തത്. ആദ്യം തന്നെ അതിനൊരു സോറി പറഞ്ഞുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഗൗരിയിൽ നിന്നും വന്ന ചില വാക്കുകൾ ശ്രീയെ ഒരുപാട് തളർത്തുന്നു. ആ സങ്കടത്തിൽ നിന്നും അവളെ ഒന്ന് മറികടക്കാൻ വേണ്ടി കാശി അവളെയും കൊണ്ട് ഒരു യാത്ര പോകുകയാണ്. ആ യാത്ര അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വരെയായിരുന്നു നമ്മളുടെ സ്റ്റോറി നിർത്തിവെച്ചത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് തുടങ്ങാം. ശ്രീ കാശി പാർട്ട് 43. അടുത്ത ദിവസം രാവിലെ ഗൗരി ഗസ്റ്റ് മുറിയിൽ നിന്നും ഉറക്കമെണീറ്റു. കാശിയേശന്റെ മുറിയിലേക്ക് വരുമ്പോൾ അവൻ അവിടെ എന്തോ ആലോചിച്ചിരിപ്പായിരുന്നു. ഗൗരി അവനെ കണ്ടിട്ടും കാണാത്ത പോലെ ബാത്റൂമിൽ പോയത്. നീ ഇങ്ങനെ വേറെ മുറിയിൽ കിടന്നാൽ സംശയം തോന്നില്ലേ? അങ്ങനെ തോന്നിയവർക്ക് തോന്നട്ടെ, നിന്റെ കൂടെ കിടക്കാനൊന്നും ഈ ഗൗരിയെ കിട്ടില്ല. അതിന് ദേഷ്യത്തിൽ ഒരു മറുപടി നൽകി അവൾ ബാത്റൂമിൽ കയറി. അവൻ ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി നിന്നു. ഇവിടത്തെ ഏറ്റവും വലിയ ശത്രു ഇതാ ഇവൾ തന്നെയാണ്. കാശിയേശൻ അതും പിറുപിറുത്തുകൊണ്ട് അവൻ ദേഷ്യത്തിൽ താഴേക്കിറങ്ങി. ഹാളിൽ എല്ലാവരും അവരുടെ പണിക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കാശിയേശനെ കണ്ടിട്ടും അവരുടെ ആരുടെയും മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ലായിരുന്നു. അവനത് മനസ്സിലായിട്ടും അത് പുച്ഛിച്ചു വിട്ടുകൊണ്ട് അവൻ അവിടെ സോഫയിലിരുന്നു. മോനെ കാശി, എനിക്ക് തീരെ സുഖമില്ല, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. അമ്മാവൻ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞതും ഇവർദാ ഒരുങ്ങി നിൽപ്പുണ്ടല്ലോ, പോകുന്ന വഴി അമ്മാവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിട്ടേക്ക്. അമ്മാവൻ വേദനയോടെ പറഞ്ഞിട്ട് അവൻ അമ്മാവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഫോണിൽ നോക്കിക്കൊണ്ട് വലിയ താല്പര്യമില്ലാതെ മറുപടി നൽകിയതും ശരനും കൂട്ടുകാരും ആരവുമെല്ലാം അവനെയൊന്ന് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ജോലിയില്ലേ, നീ ഇവിടെ വെറുതെ ഇരിപ്പല്ലേ? നീ കാശിയേശനാണെന്ന് പറഞ്ഞതിന് ശേഷം ഒന്ന് പണിക്ക് വന്നിട്ടുണ്ട്, ഫുൾ ടൈം ഇവിടെ തന്നെയല്ലേ? അപ്പോൾ നിനക്കൊന്ന് ഹോസ്പിറ്റൽ കൊണ്ട് പോകാമായിരുന്നു. അമ്മാവൻ എങ്ങനെ കൂടെ ആരുമില്ലാതെ അവിടെ വരെ പോകും? ഹോ, ഇപ്പൊ ഞാൻ ജോലിക്ക് വരാത്തതാണല്ലേ പ്രശ്നം? ഇത് എനിക്ക് അവകാശപ്പെട്ട വീടല്ലേ? കാശിനാഥൻ എന്ത് ജോലിക്കാ പോകാറുള്ളത്? അത് കേട്ട് അവൻ ദേഷ്യത്തിൽ ചാടി എണീറ്റുകൊണ്ട് ചോദിച്ചു. ഏട്ടനാണ് ഇവിടത്തെ പറമ്പ്, റബ്ബർ എല്ലാം നോക്കി നടത്തുന്നത്. എന്നാ ഇനി മുതൽ ഞാനത് ചെയ്യാം. അത് നിങ്ങൾക്ക് പറഞ്ഞ പണിയല്ല, വെറുതെ പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് നടക്കുവല്ല കാശിയേട്ടൻ. കാശിയേട്ടനാണ് ഇപ്പോൾ ഡബ്ബർ വെട്ടുന്നത്. പണിക്കാരുടെ കൂടെ കാട് വെട്ടും, കളയ്ക്കും, എല്ലാം ചെയ്യും. നിങ്ങളുടെ നാട്ടിൽ പോലും പണിക്കാരെ കൊണ്ടല്ലേ നീ പണിയെടുപ്പിക്കുന്നത്? കാശീശൻ പോയിട്ടല്ലേ അവിടെ സ്വന്തമായി അധ്വാനിക്കുന്ന ഒരാളെന്ന പേര് വീണത്? ആരവ് പുച്ഛത്തിൽ പറഞ്ഞത്. എന്താ ആരവ് നിനക്കിപ്പോ ഇങ്ങനെ ഒരു സംസാരം? ഞാനും നിന്റെ ചേട്ടൻ തന്നെയാണ്, അത് നീ മറക്കാൻ നിൽക്കണ്ട. കാശിയേശൻ ചേട്ടനായിട്ട് കാര്യമില്ല, അതിനുള്ള ക്വാളിറ്റി കൂടെ വേണം. ഡാ, അതും പറഞ്ഞു കാശിയേശൻ ദേഷ്യത്തിൽ ആരൻ്റെ നേരെ വന്നതും പെട്ടെന്ന് ശരണത് തടഞ്ഞു. എന്താ കാശിയേശൻ ഇത്ര പെട്ടെന്ന് ദേഷ്യം വന്നാലെങ്ങനെ? നിന്റെ അനിയനല്ലേ? അവരുടെ മുഖത്തുള്ള ദേഷ്യം കാശിയേശൻ ശ്രദ്ധിച്ചു. ഇനി ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവില്ല, എല്ലാവരും എൻ്റെ നേരെ വൈകാതെ തിരിയും. കാശിയേശൻ ആത്മാ, നിങ്ങൾക്കെല്ലാം ഇതെന്താ പറ്റിയേ? ഇന്നലെ പോലീസ് വന്നപ്പോൾ കാശിനാഥൻ്റെ പേര് പറഞ്ഞതിനാണോ? അതിന് ആരെയും പോലീസ് കൊണ്ടുപോയില്ലല്ലോ, അതെല്ലാം അവിടെ കഴിഞ്ഞില്ലേ? അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞത്. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ബാക്കിയുള്ളവരെ എന്തിനാ ഇതിലേക്ക് തള്ളിയിടുന്നേ? ഷെടാ, ഞാനെൻ്റെ ചേട്ടനല്ലേ? നീ എന്തിനാ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? കാശിയേശൻ ആരെങ്ങനെയൊന്ന് തർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും എന്തിനാ ഇയാൾ ഇടക്കിടക്ക് ചേട്ടനാണെന്ന് പറയുന്നത്? ഞാനെന്താ മറന്നുപോകാൻ കൊച്ചുകുട്ടിയാണോ? നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? എന്താ പ്രശ്നം ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? എല്ലാവരും പണിക്കിറങ്ങിക്കേ. അമ്മാവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവനത് കേട്ട് എല്ലാവരും സൈലന്റ് പഠിച്ചു.
ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ല, നാളെ പോകാം. വേണ്ട, ഞങ്ങൾ കൊണ്ടുപോകാം അമ്മാവ. എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, നാളെ പോകാം. അതും പറഞ്ഞ് അമ്മാവൻ അകത്തേക്ക് പോയതും ഇവരെല്ലാം കാശിയൊന്ന് ദേഷ്യത്തിൽ നോക്കി. അപ്പോഴാണ് അങ്ങോട്ട് ഗൗരിയും ഇവരുടെ അമ്മയും വരുന്നത്. എന്തു പറ്റി മക്കളെ, ഇറങ്ങുന്നില്ലേ? ഇറങ്ങുവാ. കാശിയൊന്ന് ദേഷ്യത്തിൽ നോക്കി അവർ ഇറങ്ങിപ്പോയി. അമ്മയും ഗൗരിയും അടുക്കളയിലേക്കും പോയി. അവരെല്ലാം അവരുടേതായ പണിയിലായിരുന്നു. കാശേഷൻ അവരെല്ലാം പോയതും ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവിടെ സോഫയിലിരുന്നു. ഫോണിൽ കാര്യമായി ആരോടൊക്കെയോ ചാറ്റ് ചെയ്യുകയാണ് അവൻ. അപ്പോഴാണ് പെട്ടെന്ന് അമ്മാവൻ അങ്ങോട്ട് വരുന്നേ. മോനെ, അമ്മാവന് നന്നായി നെഞ്ചുവേദന എടുക്കുന്നു, സഹിക്കാൻ കഴിയുന്നില്ലടാ. അമ്മാവൻ വേദനയോടെ അത് വന്ന് പറഞ്ഞതും അവൻ അയാളെ ഒന്ന് നോക്കി വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. അമ്മാവൻ വേദന സഹിക്കാനാവാതെ അവൻ്റെ കൈകൊണ്ട് മാടി വിളിക്കുന്നുണ്ട്. അവനത് കണ്ടിട്ടും കാണാത്ത പോലെയാണ് ഇരിപ്പ്. അമ്മാവൻ വെയ്യാതെ വീയാൻ പോയതും അമ്മാവനെ ഒരാൾ താങ്ങി പിടിച്ചിരുന്നു. ഡാ! ദേഷ്യത്തിൽ അവിടെ കാശിനാഥന്റെ ശബ്ദം കേട്ടതും കാശിയേശൻ ഒന്ന് ഞെട്ടി എണീറ്റു. അടുക്കളയിൽ നിന്ന് അമ്മയും ഗൗരിയും ഓടി വന്നു. അപ്പോഴാണ് അമ്മാവനെ താങ്ങി പിടിച്ചുകൊണ്ട് കാശിനാഥൻ അവിടെ നിൽക്കുന്നത്. കൂടെ തന്നെ ശ്രീയും അമ്മാവനെ താങ്ങി പിടിച്ചിട്ടുമുണ്ട്. അയ്യോ, അമ്മാവനെ എന്തു പറ്റി? അമ്മ. കാശിനാഥൻ ദേഷ്യത്തിൽ കാശിയേശനെ ഒന്ന് നോക്കി അമ്മാവനെ താങ്ങി പിടിച്ചുകൊണ്ട് കാശിയും ശ്രീയും വണ്ടിയിലേക്ക് പോയി. ഞാനും വരാം മക്കളെ. അമ്മയും അവരുടെ കൂടെ തന്നെ ഇറങ്ങി. അവർ പോകുന്നത് ഒന്ന് നോക്കി. കാശിയേശൻ വീണ്ടും ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും, അമ്മാവൻ ഇവിടെ വേദനയോടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നോ, അതോ കാണാത്ത പോലെ അഭിനയിച്ചോ? ഗൗരി ദേഷ്യത്തിൽ ചോദിച്ചതും അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ് കാശിയേശൻ. അത് കണ്ടതും അവൾ ദേഷ്യത്തിൽ ആ ഫോൺ വാങ്ങി. ഡേ, എന്റെ ഫോൺ താടി. എന്തിനാ വെറുതെ പ്രണയം നടിച്ചു നടന്ന് ഓരോ കുട്ടികളെ വഞ്ചിക്കുന്നത്? ഫോണിൽ പ്രണയിക്കാൻ 4 എണ്ണം, പുറത്ത് വേറെ. ഭാര്യ എന്ന് പറഞ്ഞു ഞാനും അല്ലേ? എന്ത് ജന്മമാണ് നിങ്ങളുടേത്? നിന്നെ ചിലക്കത് ആ ഫോൺ താടി. നിന്നോട് ഞാനിവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറഞ്ഞോ? അതേടാ, ഈ ഗൗരി ഇന്നത്തോടെ ഇവിടുത്തെ താമസം അങ്ങ് തീർക്കുന്നുണ്ട്. അതും പറഞ്ഞ് ദേഷ്യത്തിൽ ഫോൺ അവിടെ വെച്ച് പോയതും അവനൊന്ന് പുച്ഛിച്ചു വിട്ടു. അവൾ നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു. അവന് വേണ്ടി എടുത്തു വെച്ച ചായയിലേക്ക് അവളൊന്ന് പുച്ഛത്തോടെ നോക്കി. എന്നിട്ട് മറച്ചു വെച്ച ഒരു കുപ്പി വിഷം അവൾ എടുത്തു അതിലേക്ക് പതിയെ ഇട്ടു. ഇനി ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മാത്രമുള്ള നിന്റെ ഈ ജീവിതം വേണ്ട. നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഇത്രയും ദിവസം ഞാൻ മനസ്സിൽ വെച്ചതല്ലേ? അതിൻ്റെ വീര്യം ഞാനിന്ന് നിന്നെ കാണിച്ചു തരാം. ഇങ്ങനെ ആരുമില്ലാത്ത ഒരു ദിവസം കിട്ടാൻ ഞാൻ നോക്കി നടപ്പായിരുന്നു. ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. നിന്റെ കളിയെല്ലാം അവസാനിക്കാൻ നേരമായി. ആ ചായക്കാസിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പുച്ഛത്തോടെ ഓർത്തു. അവൾ അതെടുത്തുകൊണ്ട് പോയി അവൻ കിടക്കുന്ന സോഫയുടെ അടുത്തുള്ള ടേബിളിൽ വെച്ചു. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. അതും വിചാരിച്ച് അവൾ ദേഷ്യത്തോടെ നോക്കി നിന്നു. അവൻ അത് എടുത്തു കുടിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് വന്ന് അവനെ നോക്കുന്നുമുണ്ട്. ഡോം എന്തോ ശബ്ദം കേട്ട് ഗൗരി ഹാളിലേക്ക് വരുമ്പോൾ അവിടെ ശ്രീ നിൽപ്പുണ്ട്. എന്താടി, നിന്റെ കണ്ണ് കാണുന്നില്ലേ? ദേഷ്യത്തിൽ അവൻ എണീറ്റുകൊണ്ട് നോക്കി. ശ്രീ ദേഷ്യത്തിൽ അവനെയൊന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവന്റെ ദേഹമെല്ലാമായ ചായ തുടക്കുന്നുണ്ട്. ഗൗരിക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവാതെ അവരുടെ അടുത്തേക്ക് വന്നു. ഗൗരിയെ കണ്ടതും ശ്രീയൊന്ന് ഗൗരിയെ നോക്കി. പിന്നീട് ഗൗരവത്തിൽ, ഇപ്പോ നിനക്ക് കണ്ണ് കാണുന്നില്ലേ എന്ന്? അമ്മാവനെ അറ്റാക്കായിരുന്നു, എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. നിന്റെ കൺമുമ്പിൽ കണ്ടിട്ടും കാണാത്ത പോലെ നീ നിന്നല്ലോ. അത് കേട്ട് ഗൗരി ഒന്ന് ഞെട്ടി. കാശിയേശൻ ഒന്ന് പുച്ഛിച്ചുകൊണ്ട്, നിന്റെ സങ്കടം കണ്ടെത്തോണം നിന്റെ അമ്മാവനാണെന്ന്. നിന്റെ
നിന്റെ തന്ത മരിച്ചപ്പോൾ പോലും നോക്കി നിൽക്കുന്നതാണല്ലോ ഞാൻ കണ്ടത്. നിന്റെ അഹങ്കാരം എൻ്റെ അടുത്ത് എടുക്കാൻ നിന്നാൽ ഞാനതങ്ങ് തീർക്കും. ദേഷ്യത്തിൽ കാശിയേശൻ സ്ത്രീയുടെ മുട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞതും വിടവളെ. ഗൗരി ദേഷ്യത്തിൽ അവനെ പുറകിലേക്ക് തള്ളി മാറ്റി. നീ എന്തിനാ ഇതിലേക്ക് ഇടപെടാൻ വരുന്നേ? നിന്നെ ഇങ്ങോട്ടാരെ വിളിച്ചേ? കാശിയേശൻ. അതിന് ഗൗരി മറുപടി ഒന്നും നൽകാതെ ദേഷ്യത്തിൽ സ്ത്രീയുടെ നേരെ തിരിഞ്ഞു. നീ എന്തിനാ ഞാനുണ്ടാക്കിയ ചായ എടുത്തു കളഞ്ഞത്? ഗൗരി. ഓ, നീ പോയി പോയ ചായയിലേക്കാണോ നോക്കുന്നേ? ശ്രീ ദേഷ്യത്തിലായിരുന്നു. അല്ലാതെ പിന്നെ ചൂട് ചായയായിരുന്നു. അത് ദേഹത്തൊഴിച്ചാ പൊള്ളുകയില്ലേ? നിനക്കെന്താ ബുദ്ധിയില്ലേ? ഇങ്ങനെയാണോ ദേഷ്യം തീർക്കുന്നത്? ഗൗരി. ആ ചായ ഞാൻ ഒന്ന് കുടിച്ചു നോക്കി, ചൂട് ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒഴിച്ചത്. ശ്രീ. അത് കേട്ടത് ഗൗരി ഒന്ന് ഞെട്ടി. നീ അത് കുടിച്ചു നോക്കിയോ? ഗൗരി. കുറച്ചു കുടിച്ചു. എന്തിന്? അത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. ഗൗരി ദേഷ്യത്തിൽ അവളെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ ഗൗരി നീ ഇങ്ങനെ പെരുമാറുന്നേ? ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ചപ്പോൾ നിനക്ക് ഞാൻ ഈ ചായ കളഞ്ഞതും കുടിച്ചതുമാണോ പ്രശ്നം? ഈ നിൽക്കുന്ന ഇവനെ നീ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. ഇതെന്നെ തെറ്റായിപ്പോയി. ഇവനൊരു മനുഷ്യനല്ല. ഇവനെ വിചാരിച്ച് നിന്റെ ജീവിതം നീ വെറുതെ കളയരുത് ഗൗരി. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. ശ്രീ സങ്കടത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്ത് മനസ്സിലാക്കണമെന്നാ നീ പറയുന്നേ? അവൻ എൻ്റെ ഭർത്താവാണ് ശ്രീ. അതിൽ നിനക്കൊക്കെ എന്താ പ്രശ്നം? അവനെ ഞാൻ നോക്കിക്കോളാം. അത് നീ നോക്കാൻ നിൽക്കേണ്ട. ഗൗരി, നിനക്കെന്താ ഭ്രാന്താണോ? നിനക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇവൻ മാരിക്കാൻ നേരത്ത് ഒരു തുള്ളി വെള്ളം ഇവൻ തരുമെന്ന് വിചാരിക്കണ്ട. നിനക്ക് മനസ്സിലാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞു. ഇനി നിന്നോട് പറയാൻ എനിക്ക് ഒന്നുമില്ല. കാശിയേശൻ ഇതെല്ലാം കണ്ട് ഒരു വിജയ ചിരിയോടെ നോക്കി നിന്നു. നീ ഇവിടെ കുറച്ച് ദിവസം ഇല്ലായിരുന്നല്ലോ, എന്തൊരു സമാധാനമായിരുന്നു എനിക്കപ്പോ. എന്തിനാ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നത്? ഒരുപാട് ദിവസം കഴിഞ്ഞാണ് വരിക എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ടിപ്പോ ഒരു സുപ്രഭാതത്തിൽ കയറി വന്നിരിക്കുന്നു. ഗൗരി. അവളത് പറഞ്ഞതും ഞെട്ടിക്കൊണ്ട് ശ്രീ ഗൗരിയെ നോക്കി നിന്നു. ഞങ്ങളിപ്പോ വന്നത് കൊണ്ട് ഇല്ലെങ്കിൽ കാണാമായിരുന്നു. ഇവിടെ നോക്കുകുത്തിയെ പോലെ ഓരോരുത്തർ ഉണ്ടായിട്ട് എന്താ കാര്യം? തുടരും.